ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗോൾഡൻ കളറിലെ സ്റ്റോൺ ഷീറ്റാട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഹാഫ് ബീഡ്സ് ആവശ്യമായിട്ടുണ്ട്. വൈറ്റ് കളറിലത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ബോ ആണ് വേണ്ടത്. ഞാനിവിടെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം എൻഡിൽ നിന്ന് അല്പം സ്പേസ് വിട്ടിട്ട് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് രണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എതിർവശത്ത് നമ്മൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാനാട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൂടെ നമ്മുടെ ബോയിനെ ഉള്ളിലോട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വശത്തൂടെ ഇതുപോലെ എടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ B6000ൻ്റെ ഗ്ലൂ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോയിൽ കറക്റ്റായിട്ട് ഇത് ഫിക്സായി ഇരിക്കാനായിട്ട് ഇതുപോലെ അടിവശത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ സെക്കൻഡായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ സ്റ്റോൺ ഷീറ്റിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ സെൻറ്റർ പോർഷനിലാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്റ്റോൺ ഷീറ്റിൻ്റെ രണ്ട് എൻഡ് ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂവിൻ്റെ പുറത്തോട്ട് ഇതുപോലെ നമ്മുടെ ഈ ഷീറ്റിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ പോർഷനിൽ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ എൻഡിൽ അല്പം ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ആ പോർഷനിൽ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ പോർഷനിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹാഫ് ബീഡ്സിനെ അതിൽ ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ മേക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒത്തിരി സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഈ ഫെൽറ്റ് ഷീറ്റിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെച്ചിരുന്ന ആ പോർഷനിലെല്ലാം ഇതുപോലെ നമ്മുടെ ബീഡ്സിനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവിനാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ബോയിൽ ഗമ്മെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ പുറത്തോട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബോയിൽ ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ബോ ആട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒത്തിരി ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻ്റായിട്ടൊന്ന് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.